ബംഗാൾ മുഴുവനും വിലാപ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ശരിയുത്തരം ഒക്ടോബർ 16. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം, വേദി ഏതാണ്? ശരിയുത്തരം 1901, കൊൽക്കത്ത. 1901 കൊൽക്കത്തയിൽ നടന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ശരിയുത്തരം ദിൻഷ ഇ വാത്സ. മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം എന്നാണ്? ശരിയുത്തരം 1906, ഡിസംബർ 30. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? ശരിയുത്തരം 1906, ആഫ്രിക്കയിൽ. 1899 ബവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ആരാണ്? ശരിയുത്തരം ഗാന്ധിജി. 1905 ബനാറസ് സമ്മേളനത്തിലെ INS പ്രസിഡന്റ് ആരായിരുന്നു? ശരിയുത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. 1901 ശാന്തി നികേതൻ സ്ഥാപിച്ചത് ആരാണ്? ശരിയുത്തരം രവീന്ദ്രനാഥ ടാഗോർ. അനുശീലൻ സമിതി സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണ്? ശരിയുത്തരം 1902. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ശ്രീ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? ശരിയുത്തരം സ്വാമി വിവേകാനന്ദൻ. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബംഗാൾ കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപിച്ചത് ആരാണ്? ശരിയുത്തരം PC റോയ്. ഓഫ് ലോൺസൺ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ശരിയുത്തരം റൊണാൾഡ് ഷാ. ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണ്? ശരിയുത്തരം സ്വദേശി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? ശരിയുത്തരം കഴ്സൺ പ്രഭു. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന് ബ്രിട്ടീഷ് പ്രവൃത്തിയുടെ അംഗീകാരം ലഭിച്ചത് എന്ന്? ശരിയുത്തരം 1947, ജൂലൈ 18.
ഭരണഘടനാ നിർമ്മാണ സമിതി പുതിയ ഭരണഘടനയെ അംഗീകരിച്ച വർഷം എന്നാണ്? ശരിയുത്തരം 1949 നവംബർ 26. രാഷ്ട്രപതി എന്ന നിലയിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരുവനന്തപുരം സന്ദർശിച്ചത് എന്നാണ്? ശരിയുത്തരം 1951 മാർച്ച് 21. രാജേന്ദ്ര പ്രസാദിന് മുന്നിൽ തിരുവനന്തപുരം സന്ദർശിച്ച സ്വതന്ത്ര ഇന്ത്യയിലെ 2 ഗവർണർമാർ ആരല്ല? ശരിയുത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു ആൻഡ് ശ്രീ രാജഗോപാലാചാരി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയും സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ഒരാളാണ്. ആരാണ് ഇദ്ദേഹം? ശരിയുത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. രാഷ്ട്രപതി എന്ന നിലയിൽ എത്തിയ രാജേന്ദ്ര പ്രസാദിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശരിയുത്തരം ശ്രീ ചിത്തിര തിരുനാൾ. പാളയത്തെ രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്തതും വേലുത്തമ്പി ദളവയുടെ വാൾ ഏറ്റുവാങ്ങി ഡൽഹിക്ക് കൊണ്ടുപോയതും ഏത് രാഷ്ട്രപതിയാണ്? ശരിയുത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രാജഭരണം കണ്ടുകെട്ടിയ സ്വദേശി അഭിമാനി പ്രസ് ഉടമസ്ഥർക്ക് തിരിച്ചു നൽകിയ രാഷ്ട്രപതി ആരാണ്? ശരിയുത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മഹാത്മാഗാന്ധി തന്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന മലയാളി ആരാണ്? ശരിയുത്തരം GP പിള്ള. ഗാന്ധിജി ജയിലിൽ ആയിരുന്നപ്പോൾ യങ് ഇന്ത്യയുടെ പത്രപതിപ്പരായി പ്രവർത്തിച്ച മലയാളികൾ ആരാണ്? ശരിയുത്തരം ജോർജ് ജോസഫ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ്? ശരിയുത്തരം 1920. എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം? ശരിയുത്തരം ഖിലാഫത്ത് പ്രസ്ഥാനം. ഗാന്ധിജി പ്രസംഗിച്ച കേരളത്തിലെ ആദ്യ സ്ഥലം ഏതാണ്? ശരിയുത്തരം കോഴിക്കോട്. കോഴിക്കോട് ഗാന്ധിജി നടത്തിയ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ശരിയുത്തരം കെ മാധവൻ നായർ. ആദ്യ കേരള സന്ദർശനത്തിൽ ഗാന്ധിജിക്ക് ഒപ്പമുണ്ടായിരുന്ന നേതാവ് ആരാണ്? ശരിയുത്തരം ഷൗക്കത്ത് അലി. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹമാണ്? ശരിയുത്തരം വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
വൈക്കം അടുത്തത് ബോണസ് ക്വസ്റ്റ്യൻസ് ആണ്. വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗാന്ധിജി കേരളം സന്ദർശിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? ഗാന്ധിജി ശ്രീ നാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവ് ആരാണ്? ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിന് അവസാനത്തെ കേരള സന്ദർശനം എന്നായിരുന്നു. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൽ അധികാരരേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എത്ര സ്കോർ ലഭിച്ചു എന്ന് താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ബോണസിന്റെ ഓരോ ആൻസറും നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്തുവാൻ മറക്കരുത്.